അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പരിശുദ്ധമുള്ള അനിമയെ 2 പത്തുകൾ കഴിഞ്ഞ് 3-ാമത്തെ പത്ത്, അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സന്ദർഭത്തിൽ ഓരോ സത്യവിശ്വാസിയും വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, സഹോദരങ്ങളെ, പ്രാർത്ഥന, പ്രത്യേകിച്ച് പാപമോചന പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടാനായിട്ടുള്ള പ്രാർത്ഥനകൾക്ക് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുക. ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, അവസാനത്തെ പത്തിലെ ലൈലത്തുൽ ഖദർ, ഈ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദർ വരുമ്പോൾ എന്താണ് ദുആ ചെയ്യേണ്ടത്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ഇത് ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ 3513 നമ്പറായി കൊടുക്കുന്ന സ്വഹീഹായിട്ടുള്ള സ്വീകാര്യോഗ്യമായിട്ടുള്ള വചനമാണ്. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, നീ മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് എനിക്ക് മാപ്പ് നൽകണമേ. നമ്മുടെ പാപങ്ങളെല്ലാം മാപ്പാക്കുവാൻ റബ്ബിനോട് തേടേണ്ടുന്ന ഏറ്റവും മഹനീയമായിട്ടുള്ള സന്ദർഭമാണ് ഈ റമദാനിന്റെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ. അല്ലാത്ത സന്ദർഭങ്ങളിലും ഈ പ്രാർത്ഥന നമുക്ക് നിർവഹിക്കാം. ധാരാളമായിട്ട് നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്തു കിട്ടാൻ, അല്ലാഹു തആല മാപ്പ് ചെയ്യുവാൻ നമ്മൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ റബ്ബ് അനുഗ്രഹിക്കട്ടെ. ആമീൻ.